ഇപ്പം ഞാൻ അറിഞ്ഞു വരുന്ന വരവാ. ഇപ്പം ഞാൻ പത്തനാപുരത്തായിരുന്നു. അപ്പോൾ ഇപ്പം ഇവൻ ന്യൂസ് കണ്ടു. അതിന് മുമ്പ് ഇവന്റെ ജ്യേഷ്ഠൻ, അതായത് ഇപ്പം മരിച്ച കുഞ്ഞിന്റെ നേരെ മൂത്തം കുമ്പഴ താമസമുണ്ട്. അവൻ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. അങ്ങനെ ഇപ്പം ഞാനും മോനും കൂടെ വണ്ടി എടുത്തിപ്പോൾ വന്നത്. അവിടെ വരുമ്പോഴാണ് ഈ സംഭവം എല്ലാം അറിഞ്ഞത്. 4 പേരും തീർന്നു പറയുന്നു. എന്റെ അമ്മയുടെ സ്വന്തം ആങ്ങളുടെ മോനാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ കുഞ്ഞിന്റെ, ഈ മരിച്ച കുഞ്ഞിന്റെ. അവര് മലേഷ്യ പോയിട്ട് അവര് വന്നതാ. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അപ്പന്മാർ രണ്ടും കൂടെ പോയതാ. അതായത് മോന്റെയും മോടെയും കൂടെ അപ്പന്മാര് പോയി കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. ഭാര്യയും ഭർത്താവും. ഇപ്പൊ 2 ആഴ്ചയായുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അവര് മലേഷ്യ വരെ പോയിട്ട് പയ്യൻ UK ലാ. അപ്പൊ ഇതിന് പോയിട്ട് ഹണിമൂൺ അങ്ങോട്ട് പോയതാണെന്ന് തോന്നുന്നു. അവർ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. അപ്പം കൂട്ടിയിട്ട് വന്ന വഴിക്ക് കണ്ട ഇപ്പൊ രാത്രിയിലും കണ്ടോ, എപ്പോഴും 4 മണിക്കോ 5 മണിക്കോ കണ്ടാന്ന് പറയുന്ന സംഭവം. 2 ആഴ്ച. അങ്ങനെ ഈ അപ്പന്മാർ, അതായത് മോന്റെയും മോടെയും അപ്പന്മാര് ട്രിവാൻഡ്രത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. ഇപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ആരുടെ? പിന്നെ മരുമോന്റെ പേര് എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ പൂങ്കാവിലെ വട്ടക്കുളഞ്ഞി അല്ലല്ല. മോളെ കെട്ടിച്ചത് പിന്നെ അപ്പൊ അവിടുന്ന് നമുക്ക് പിന്നെ ഇത് കഴിച്ചിട്ട് ഇവര് പോയതാ. പിന്നെ ഇപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. സ്വന്തം അനിയൻ തന്നെ പറയാം. എന്റെ അമ്മാച്ചന്റെ മോനാ ഈ വണ്ടി ഓടിച്ചതെന്ന് പറയുന്നത്, ബിജു എന്ന് പറയുന്നത്. അവന്റെ മോള്. ആർക്ക്? ബിജുവിന് ഇപ്പൊ ആവറേജ് ഒരു 58 വയസ്സ് 57 വയസ്സിന് താഴെയുണ്ട്. അവര് എയർപോർട്ടിൽ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ ഇവര്. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇവ ഉറങ്ങിയതാണോ എന്തോ ആർക്കറിയാം എന്ത് സംഭവിച്ചു എന്ന്. ഈ വണ്ടിയുടെ മുമ്പിലാണോ പുറകിലാണോ ഇടിച്ചത്? ഓപ്പോസിറ്റ് ആയിടിച്ചത്. ഇത് മത്സ്യമുള്ളവരാണെന്ന് നമുക്കറിയാം. നമ്മുടെ അമ്മയുടെ വീടിന്റെ തൊട്ട് താഴെയാണ് താമസിക്കുന്നത്. അവർ എയർപോർട്ട് പോയി തിരിച്ചു വരുമോ? നമ്മുടെ വട്ടക്കുളഞ്ഞുള്ളതാ. അല്ല, ഞങ്ങളുടെ മമ്മിയുടെ വീടിന്റെ അടുത്തുള്ളവരാ. എന്നെ വിളിച്ചായിരുന്നു അവര്. അപ്പോൾ ഇവിടെ വെച്ചൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് ഓടി വന്ന് നോക്കിയതാ. അപ്പോൾ ന്യൂസിനകത്ത് എഴുതി കാണിച്ചു 4 പേര് മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. രണ്ടപ്പന്മാരും ഇപ്പൊ പെണ്ണും ചെറുക്കനും മാത്രമുള്ളായിരുന്നു. എന്തോന്ന് എനിക്ക് മലേഷ്യ പോയിട്ട് വന്നേ അവര്. സംഭവം നമ്മളിപ്പോൾ അറിഞ്ഞപ്പോൾ വന്നു. പക്ഷേ ഇത് നിരന്തരമായിട്ടൊരു പ്രശ്നമുള്ളൊരു മേഖലയാണ്. ഇവിടെയും കുറച്ച് അപ്രൈസാണ്. നമ്മുടെ ഇഞ്ചപ്പാറ ജംഗ്ഷൻ അപ്രൈസു നടന്നു. ഇവിടെ നേരത്തെ ഒത്തിരി നടന്നിട്ടുണ്ട്. ഈ റോഡിന്റെ ഫിനിഷിങ് കഴിഞ്ഞ പിന്നെ നിരന്തരം ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അതും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പല വിഷയങ്ങളുണ്ട്. മുറയിലോട്ട് കൂടുതൽ വരെ പല വിഷയങ്ങളുണ്ട്. ഈ റോഡിന് വളവ് നോത്തിട്ടില്ല. ഓവർ സ്പീഡുണ്ട്. ഓവർ സ്പീഡും അതിനകത്തൊരു ഘടകമാണ്.